ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് സവർക്കർ എന്ന് തന്നെയാണ്. സർക്കാരിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മാറി നിൽക്കുന്നില്ലല്ലോ. സവർക്കറോട് വിയോജിപ്പും എതിർപ്പും ഒക്കെ കാണും, പക്ഷെ സത്യം സത്യമല്ലാതാവില്ലല്ലോ എന്നുള്ളതാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വി ഡി സവർക്കർ തന്നെയാണ്. ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്ത് ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി, അതുപോലെ തന്നെ നാഷി കളക്ടർ ആയിരുന്ന ആർത്തർ ജാക്സനെ വധിക്കാൻ പ്രേരണ നൽകി എന്നീ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരട്ട ജീവപര്യന്തമാണ് ബ്രിട്ടീഷ് കോടതി അന്ന് സവർക്കർക്ക് വിധിച്ചത്. 25 വർഷം വീതം ആകെ 50 കൊല്ലം. 10 കൊല്ലം ആൻഡമാനിലെ കാലാപാനി സെല്ലുലർ ജയിലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തടവറ എന്ന് പറയുന്നത്. പിന്നീട് ഏതാണ്ട് 4 കൊല്ലത്തോളം, അതായത് പല വിവിധ ജയിലുകളിൽ, ലണ്ടനിലെ ബ്രിക്സ്റ്റർ ജയിൽ, ബോംബെയിലെ ഡിംഗ്രി ജയിൽ, അതേപോലെ തന്നെ കൽക്കട്ടയിലെ ആലിപ്പൂർ ജയിൽ, രത്നഗിരി ജയിൽ, പൂനെയിലെ യെർവാഡ ജയിൽ, അടുത്ത 13 കൊല്ലം എന്ന് പറയുന്നത് രത്നഗിരിയിലെ വീട്ടിൽ കർശനമായിട്ടുള്ള ഉപാധികളോട് കൂടിയിട്ട് വീട്ടു തടങ്കലിൽ ആകെ 27 വർഷം. അങ്ങനെ കാലാപാനിയിലെ ഡേഞ്ചറസ് പ്രൈസണർ എന്ന വിഭാഗത്തിലായിരുന്നു സവർക്കറെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കടുത്ത ശിക്ഷാമുറകളായിരുന്നു അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അത് പതിവായിരുന്നു. വെറും കൈ ഉപയോഗിച്ച് തുണ്ടിൽ നിന്നും ചകിരി വേർപെടുത്തി കയറുണ്ടാക്കുക എന്നൊക്കെയുള്ള ജോലികളൊക്കെ അന്ന് ചെയ്യിപ്പിച്ചിരുന്നു. കയ്യിൽ നിന്നും രക്തമൊലിച്ചിട്ടും അത് നിർത്താൻ അധികൃതർ സമ്മതിച്ചിട്ടില്ല. പിന്നീട് ജയിലിലെ മില്ലിൽ മണിക്കൂറുകളോളം ചക്രം തിരിച്ച് കൊപ്രയാട്ടി എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 വർഷം മാത്രമായിരുന്നു ഏകാന്ത തടവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏതാണ്ട് 15 മാസത്തോളം. ഉയർന്ന ഒരു പൊസിഷനിൽ കൈവിലങ്ങ് ലോക്ക് ചെയ്ത് ഇരിക്കാൻ സൗകര്യമില്ലാത്ത ഒരിടത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയത് ഏതാണ്ട് 63 ദിവസമാണ്. നിൽക്കുന്നിടത്ത് നിന്ന് കാലനക്കാൻ അനുവദിക്കാതെ കാൽക്കുഴലിൽ ഇരുമ്പ് കട്ടകൾ ഘടിപ്പിച്ചിട്ട് നിർത്തിയത് ഏതാണ്ട് 5 മാസമാണ്. നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ സാധ്യമല്ലാത്ത നിലയിൽ കാലുകൾക്ക് കുറുകെ ഇരുമ്പ് കട്ടകൾ ഉപയോഗിച്ച് നിർത്തിയത് ഏതാണ്ട് 10 ദിവസം. ശാരീരിക ക്ഷമത ആവശ്യമായിട്ടുള്ള ജോലികൾ ചെയ്യിക്കുമ്പോഴും ഒരു കുഞ്ഞിന് ആവശ്യമുള്ള അത്രയും ഭക്ഷണം പോലും കൊടുക്കാതിരുന്നത് ഏതാണ്ട് 24 ദിവസം. അങ്ങനെ സവർക്കർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരു കത്തയച്ചു. ആ കത്തിൽ തൻ്റെ ഒപ്പം വന്ന ആളുകൾക്കൊന്നും ലഭിക്കാത്ത കഠിനമായിട്ടുള്ള ശിക്ഷകളാണ് തനിക്ക് ലഭിക്കുന്നതെന്നും ഇത് അനീതിയാണെന്നും ചൂണ്ടിക്കാണിച്ച്, മാത്രമല്ല തന്നെ രാഷ്ട്രീയക്കാരനായിട്ട് കാണണമെന്നും സവർക്കർ ബ്രിട്ടീഷ് അധികൃതർക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ടായിരുന്നു. പലരുടെയും ശിക്ഷാ കാലാവധി കുറച്ച് മോചിപ്പിക്കുമ്പോഴും സവർക്കർക്ക് മാത്രം ഒരു ആനുകൂല്യം നൽകിയില്ല. ഇതിനിടെ സവർക്കർ മാപ്പപേക്ഷകൾ ഒരുപാട് കൊടുത്തു. എന്നാൽ ഒരെണ്ണം പോലും ബ്രിട്ടൻ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. നിയമങ്ങൾ അനുസരിക്കാമെന്നും വിപ്ലവ പ്രവർത്തനം നടത്തില്ലെന്നും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ സമാധാനത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാമെന്നും ബ്രിട്ടീഷ് സർക്കാരിനെ സഹായിക്കാമെന്നും ഒക്കെ എഴുതി. എന്നിട്ടും അതിനൊരു ഫലമുണ്ടായില്ല എന്നുള്ളതാണ്. കാരണം സവർക്കറുടെ ആ വാക്കുകളിലൊന്നും തന്നെ ബ്രിട്ടീഷുകാർ അതിനെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. സവർക്കറുടെ മാപ്പപേക്ഷ പരിഗണിച്ച ബ്രിട്ടീഷ് ഹോം മെമ്പർ ആയിരുന്ന അന്നത്തെ സർ റെജിനാൾഡ് ക്രാഡോക്ക് രേഖപ്പെടുത്തിയത്, അതായത് സവർക്കറിൽ കുറ്റബോധത്തിൻ്റെ കണിക പോലും ഇല്ലെന്നുമുള്ളതാണ്. ശിക്ഷയിളവ് അസാധ്യമാണെന്നുമാണ് മാപ്പപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കത്തിടപാടുകളിൽ ബ്രിട്ടീഷ് അധികൃതർ എഴുതിയത് തന്നെ. ഇന്ത്യ ജന്മം നൽകിയിട്ടുള്ള ഏറ്റവും അപകടകാരികളിൽ ഒരാളെന്നാണ് ക്രാഡോക്ക് എഴുതിയത് ഈ സവർക്കറെ കുറിച്ചിട്ട്. സവർക്കറുടെ മാപ്പപേക്ഷ എന്ന് പറയുന്നത് ജയിലിൽ നിന്നും പുറത്തു വരാനുള്ള തന്ത്രം മാത്രമാണെന്നും, പുറത്തു വിട്ടു കഴിഞ്ഞാൽ സവർക്കർ വീണ്ടും വിപ്ലവങ്ങൾക്ക് പ്രചോദനമായിട്ട് സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ബ്രിട്ടനെതിരെയും ഒക്കെ തന്നെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ബ്രിട്ടൻ ഉണ്ടായിരുന്നത്. ക്രാഡോക്കിനെ കൂടാതെ തന്നെ സവർക്കറുടെ മറ്റ് മാപ്പപേക്ഷകൾ പരിശോധിച്ചവരിൽ ഹോം മെമ്പറായിട്ടുള്ള സർ വില്യം വിൻസെൻ്റ്, അതേപോലെ തന്നെ എച്ച് മാക്ഫേഴ്സൺ എന്നിവരും എഴുതിയത് സവർക്കർ അപകടകാരിയാണെന്ന് തന്നെയായിരുന്നു. ഒടുവിൽ 1918 കുറേ തടവുകാരെ ആൻഡമാനിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ജയിൽ സൂപ്രണ്ട് സവർക്കറുടെ പേര് വെട്ടി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥൻ SR ഹിങ്നൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: സവർക്കർ അപകടകാരിയും ഒത്തുതീർപ്പിന് വഴങ്ങാത്തവനുമാണ് എന്നാണ് അദ്ദേഹം എഴുതിയത്. അതിനാൽ തന്നെ സവർക്കറുടെ മാപ്പപേക്ഷകളൊന്നും തന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. 1920 ഇൻ്റലിജൻസ് ബ്യൂറോ റെക്കോർഡുകൾ മറ്റൊരു മാപ്പപേക്ഷയിൽ, അതായത് അന്നത്തെ തന്നെ മോചിപ്പിച്ചാൽ
ബ്രിട്ടീഷ് സർക്കാരിനെ സഹായിക്കാമെന്ന് സവർക്കർ എഴുതിയതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജയിലിലെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് അധികൃതർ അന്വേഷിച്ചു. ജയിൽ അധികൃതർ അറിയിച്ചത് കക്ഷി മാന്യനും വിനയവുമുള്ളവനുമൊക്കെയാണ്, പക്ഷേ ബ്രിട്ടീഷ് സർക്കാരിനെ സഹായിക്കാനുള്ള എന്തെങ്കിലും ഉദ്ദേശമുള്ളതായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല എന്നതാണ് അവിടെ നിന്നും കിട്ടിയിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം, അതായത് സവർക്കർ നൽകിയിട്ടുള്ള മാപ്പപേക്ഷ ഒന്നുകൂടി പരിശോധിച്ച ശേഷം ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാർ, അതായത് ആൻഡമാൻ ചീഫ് കമ്മീഷണർക്ക് അയച്ച ഒരു കത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് സവർക്കറെ പുറത്തുവിടരുതെന്ന തീരുമാനമെടുത്തത് വൈസ്രോയി നേരിട്ട് ആണ്. അതിനാൽ മറ്റു പലരുടെയും മാപ്പപേക്ഷകൾ സ്വീകരിച്ചപ്പോഴും സവർക്കറുടേത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് രാഷ്ട്രീയ തടവുകാരെ ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴും സവർക്കറെ വിട്ടില്ല എന്നുള്ളതാണ്. 1923 മൗലാന മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്നുള്ള കോൺഗ്രസിൻ്റെ കാക്കിനഡ വാർഷിക സമ്മേളനത്തിൽ സവർക്കറുടെ തടവിനെ അപലപിച്ചുകൊണ്ട് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. പക്ഷെ ഒന്നും തന്നെ നടന്നില്ല. ഒടുവിൽ 1935 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുകയും പ്രൊവിൻഷ്യൽ മന്ത്രിസഭകൾ നിലവിൽ വരികയും ചെയ്തു. അതോടെ സർദാർ ജിഷ കൂപ്പർ പ്രധാനമന്ത്രിയായിട്ട് ബോംബെ സർക്കാരിൽ നിലവിൽ വരുന്ന സാഹചര്യമുണ്ടായി. സർക്കാരിൽ ചേരണമെങ്കിൽ സവർക്കറെ മോചിപ്പിക്കണമെന്ന് ഡെമോക്രാറ്റിക് സ്വരാജ് പാർട്ടി നേതാവായിട്ടുള്ള ജംനാദാസ് മെഹ്ത ആവശ്യപ്പെടുകയും ചെയ്തു. പ്രവിശ്യകളുടെ സ്വയം ഭരണാവകാശം പരിഗണിച്ചുകൊണ്ട് തന്നെ ആ ആവശ്യം ഗവർണറായിട്ടുള്ള ബ്രൂബോൺ പ്രഭു അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 27 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം സവർക്കർ വാസ്തവത്തിൽ മോചിതനായത് തന്നെ. സവർക്കറുടെ ഇത്തരം സംഭാവനകൾ എന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്കൊക്കെ തന്നെ ആവശ്യമായിട്ട്, അതായത് ഒരു പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യവുമായിട്ട് ഒരു പ്രമേയം 1957 പാർലമെൻറ്റിലെത്തി. എന്നാൽ ആ പ്രമേയം അതിന് അവതരണാനുമതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവസാനം ആ പ്രശ്നം വലിയ ചർച്ചകൾക്ക് വിധേയമായപ്പോൾ അന്ന് അത് വോട്ടിട്ടുകൊണ്ട്, അതായത് വോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ പരിഹരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 48-നെതിരെ 75 വോട്ടുകൾക്ക് അവതരണാനുമതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അനുമതിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവരിൽ ഒരാളെ നമ്മളൊക്കെ അറിയുകയും ചെയ്തു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള സാക്ഷാൽ AKG ആയിരുന്നു അത്. എന്ന് വെച്ചാൽ സവർക്കറെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അതിൽ വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ AKG എന്ന് പറയുന്നത്. ചുമ്മാതാണോ? ഭാരതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു പുത്രനായിരുന്നു സവർക്കർ എന്ന് ഇന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി എഴുതിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ സവർക്കറുടെ പോരാട്ടത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുണ്ടെന്നും അവർ എഴുതി. എന്ന് വെച്ചാൽ വിനായക് സവർക്കർ എന്നല്ല, വീർ സവർക്കർ എന്ന് തന്നെയാണ് ഇന്ദിരാഗാന്ധി എഴുതിയത്. എന്ന് വെച്ചാൽ സവർക്കറുടെ ചികിത്സയ്ക്ക് പ്രത്യേക ഗ്രാൻറ്റ് അനുവദിച്ചത് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. മരണാനന്തരം അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു.